എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഒപ്പം വളരെ യുണീക്കായ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ആലപ്പുഴ കാവുങ്കൽ എന്ന സ്ഥലത്തെ മോബിൻ എന്നവരുടെ വീടാണ്. ഒരു സ്വപ്നത്തിൽ എന്നോണമാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നത്. വളരെ ലളിതമായി അതിലേറെ മനോഹരമായി സ്ലോ പ്രൂഫ് എല്ലാം ചെയ്തൊരു വീടാണ്. ഒരു ചെറിയ ഗേറ്റ് വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്നാൽ കല്ലൊതുക്കുകൾ വഴി വീട്ടിലേക്ക് എത്താനാവും. വീടിൻ്റെ മുൻവശം ആകമാനം പേൾഗ്രാസ് കൊണ്ട് ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം പച്ചപ്പുള്ള ഒരു ടെറൈനാണ്. നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ കുറച്ച് ചെടികളും വൃക്ഷങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ദീർഘചതുരാകൃതിയിൽ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു 10 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു മഡ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. മൺകട്ടകൾ കൊണ്ടാണ് ഇതിന്റെ ചുവരുകൾ മുഴുവൻ പടവ് ചെയ്തിരിക്കുന്നത്. മൺകട്ടകൾ കൊണ്ടാണ് പുതിയ വീട് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇവരെ ശ്രമിച്ചു. അതിന്റെ പ്രധാന കാരണം മൺകട്ടകൾ നനഞ്ഞാൽ കുഴപ്പമാവും എന്നതാണ്. പക്ഷേ ഇതിൻ്റെ മറുവശം ഇങ്ങനെയാണ്. മൺകട്ടകൾ ഒരിക്കലും നനയാതിരുന്നാൽ അത് എല്ലാ കാലവും നിലനിൽക്കുമെന്നതാണ്. മോബിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു സ്വപ്നമായിരുന്നു മൺവീട് നിർമ്മിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒരു വർഷം മുമ്പ് ഈ വീട് ഇவ்விധം പൂർത്തിയാക്കി. വീടിൻ്റെ ചുറ്റോട് ചുറ്റിനും വരാന്ത നൽകിയിട്ടുണ്ട്. വളരെ അനായാസം താഴെ നിന്ന് ആക്സസബിൾ ആകുന്ന രീതിയിൽ ഹൈറ്റ് കുറച്ചിട്ടാണ് വരാന്ത നിർമ്മിച്ചിരിക്കുന്നത്. നല്ല എസ്തറ്റിക് ബ്യൂട്ടിയുള്ള ഒരു ഉമ്മറവും മുന്നിൽ നൽകിയിരിക്കുന്നു. വെളുത്ത വെട്രിഫൈഡ് ടൈലുകളാണ് ഉമ്മറത്ത് പാകിയിരിക്കുന്നത്. അതിന് അതിർവരമ്പായി കറുത്ത ഗ്രാനൈറ്റ് കൊണ്ട് ബോർഡറും നൽകിയിട്ടുണ്ട്. ട്രോപ്പിക്കൽ ശൈലിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചരിഞ്ഞ മേൽക്കൂരയ്ക്ക് ട്രസ് ചെയ്ത് ഓട് പാകിയിരിക്കുകയാണ്. കോൺക്രീറ്റ് തൂണുകൾക്ക് പകരം സ്ക്വയർ പൈപ്പ് കൊണ്ട് സപ്പോർട്ട് നൽകിയിരിക്കുന്നു. തിരുവാതിര എന്നാണ് വീടിൻ്റെ പേര്. ഈ വീട് നിർമ്മിക്കുമ്പോൾ മൺകട്ടകൾക്ക് 35 രൂപയായിരുന്നു വില. മൺകട്ടകൾ വളരെ എക്കോ ഫ്രണ്ട്ലിയാണ്. ഇതുകൊണ്ട് വീട് നിർമ്മിച്ചാൽ ഉൾവശത്ത് നല്ല തണുപ്പ് കിട്ടും. പോയിന്റ് ചെയ്ത് പെയിന്റ് അടിക്കുന്നത് കൊണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യം വരുന്നുമില്ല. ഈ വീടിൻ്റെ ചുറ്റോട് ചുറ്റിനും മികച്ച ഇറയിറക്കമുള്ളത് കൊണ്ട് ഭിത്തി നനയുമെന്നുള്ള പേടിയുമില്ല. ഇങ്ങനെയാണ് വീടിൻ്റെ മുൻമുറ്റം കാണുക. ഇനി ഗൃഹനാഥനെ പരിചയപ്പെടാം. എൻ്റെ പേര് മോബിൻ. ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബമാണ്. വൈഫ് പാർവതി, മൂത്ത മോൻ ഇഷാൻ, രണ്ടാമത്തെ ആൾ കേശവ്, അത് ഉണ്ണിച്ചനെന്നും അതുപോലെ കേശവ് എന്നും വിളിക്കും. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് അവിടെ താമസം. ഇപ്പം ഞങ്ങളുടെ കുടുംബ വീട് അടുത്ത് തന്നെയാണ്. അച്ഛനും അമ്മയും അവിടെ താമസമുണ്ട്. അപ്പോൾ ഈ അടുത്താണ് ഞങ്ങൾ വീട് വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ള ഇങ്ങോട്ട് താമസം മാറും. ഉള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് വയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. ഒരുക്കി നിർമ്മിതമായ മുൻവാതിൽ കടന്ന് വീടിൻ്റെ അകംകാഴ്ചകളിലേക്ക് നല്ല ക്ലാസിക് ലുക്കിൽ നിർമ്മിച്ച ഒരു സിറ്റിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മീഡിയം ചാര നിറമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ പാകിയിട്ടുള്ളത്. വീടിൻ്റെ ഒരു വലിയ ഭാഗം ഡൈനിങ് ആയും സിറ്റിംഗ് ആയും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എൽ ഷേപ്പിൽ വലതുവശത്ത് ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ നേരെ എതിർവശത്താണ് ഇവിടുത്തെ TV യൂണിറ്റ്. മൺകട്ടകളിൽ സിമൻറ്റ് കൊണ്ട് പോയിന്റ് ചെയ്തതിന് ശേഷം ഒരുതരം പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. വീടിൻ്റെ അകംകാഴ്ച ഇത്രയും കോസി ലുക്കാക്കി മാറ്റുന്നതും ഈ ഭിത്തി തന്നെയാണ്. വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ വീടിനുള്ളിലുള്ളത്. വീടിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ജനവാതിലുകളും കോൺക്രീറ്റ് ആണ്. ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് കോൺക്രീറ്റ് തിരഞ്ഞെടുത്തത്. നനയുന്ന ഭാഗങ്ങളിൽ നിന്നും മൺകട്ടകൾ ഒഴിവാക്കി വീട് നിർമ്മിച്ചാൽ അത്യധികം സൗഖ്യമാണ് ലഭിക്കുക. ഓടിൻ്റെയും മച്ചിൻ്റെയും മൺകട്ടകളുടെയും ഈ ടൈലിൻ്റെയും ഒക്കെ ഒരു കുളിർമ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാനാവും. പലപ്പോഴും അലങ്കാരത്തിന് മാത്രമായാണ് ഫാനുകൾ കറങ്ങുന്നത്. ഗസ്റ്റ് സിറ്റിങ്ങിനെയും അതുപോലെ ഡൈനിങ്ങിനെയും ഒക്കെ വേർതിരിക്കുന്നത് അതിവിദഗ്ധമായി തയ്യാറാക്കിയ ഒരു വുഡൻ പാർട്ടീഷനാണ്. വളരെ കാൽപ്പനിക ഭാവത്തിൽ തയ്യാറാക്കിയ ഒരു സ്പേസാണിത്. മറൈൻ പ്ലൈവുഡ് കൊണ്ടാണ് ഈ ഭാഗമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കാലങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് മറൈൻ പ്ലൈവുഡ്. അലങ്കാര വസ്തുക്കൾ അടുക്കി വെക്കുവാനുള്ള ഒരു സ്ഥലമായും അതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആയുമൊക്കെ ഇത് ഉപയോഗിക്കാം. ഇനി ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയുടെ കാഴ്ചകളിലേക്ക്. അതിവിശാലമായ ഒരിടം. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രം പോലെയാണ് ഈ മുറി ആകെ കാണുക. ഗസ്റ്റ് സിറ്റിങ്ങിൻ്റെ പാർട്ടീഷനും അതുപോലെ ഓപ്പൺ കിച്ചനും ഇടയിലായാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഈട്ടി നിർമ്മിതമായ ഒരു ഡൈനിങ് ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്താണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. വീതി ഒരല്പം കുറവായിരുന്നതിനാൽ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ ഗരിമയ്ക്ക് ചേരുന്ന കസേരകളും വാങ്ങിവെച്ചു. ആകർഷ് എന്നു പേരായ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് മോബിനും കുടുംബത്തിനും ഈ വീട് ഇவ்விധം ഡിസൈൻ ചെയ്ത് നൽകിയത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തെല്ല് മാറി ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഗ്രാനൈറ്റ് പാളി ടോപ്പ് ചെയ്തതാണ്. ഒരു മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴ്വശം ഒരു നല്ല സ്റ്റോറേജും അറേഞ്ച് ചെയ്തിരിക്കുന്നു. സ്റ്റോറേജും അതുപോലെ ഇവിടുത്തെ കബോർഡ് വർക്കുകളും എല്ലാം മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിനെതിരെയുള്ള ചുവർ അപ്പാടെ ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോകൾ കൊണ്ട് മാത്രം ഇത്രയേറെ കമനീയമായ ഒരു ചുവർ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടുമില്ല. ചുരൽ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ അലമാരി മാത്രമാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചർ. 1005 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ആകെ വിസ്തൃതി. 3 ബെഡ്റൂമുകളാണ്. ഡൈനിങ് ഏരിയയുടെ നേരെയുള്ള ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ.
നമുക്ക് ആ ഒരു സമാധാനം, അതായത് എന്നും നമുക്കൊരു ബാധ്യത ഇല്ലാത്ത രീതിയിൽ വീട് വെക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിൽ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കാണുമ്പോൾ ഒരു ഭംഗി വേണം താനും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ AC ഇല്ലാണ്ട് തന്നെ നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ആ ഫാനിൻ്റെ കാറ്റ് തന്നെ മതിയാവും. അത് ഓടിട്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അകത്തിരിക്കുമ്പോൾ ഉള്ളൊരു സുഖവും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇളം ഓറഞ്ച് നിറവും മിതമായ വെളിച്ചവുമുള്ള ഒരു ക്ലാസിക് ബെഡ്റൂമാണിത്. കാൽഷ്യം സിലിക്കേറ്റ് എന്ന മെറ്റീരിയൽ കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. മുറിയുടെ മൊത്തം തീമിന് അനുയോജ്യമായ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ജാലകങ്ങൾ ബ്ലൈൻഡ് ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട്. അതിസുന്ദരമായ ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾക്കിടയിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. മൺകട്ട ഒരെണ്ണം നിർമ്മിക്കുന്നതിന് 9 രൂപയാണ് കൂലി ചെലവായത്. 6000 മൺകട്ടകളാണ് 1005 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിനായി ചെലവ് വന്നത്. വീടിൻ്റെ ഫൗണ്ടേഷൻ മുഴുവനായും ചെങ്കല്ലിൽ ചെയ്തു തീർത്തു. 2 ലക്ഷം രൂപയോളമായി മുകളിലെ ട്രസ് വർക്ക് പൂർത്തിയാക്കിയതിന്. പഴയ ഓട് വാങ്ങി പെയിൻറ് ചെയ്തെടുത്തതാണ്. ഈ മുറിയുടെ പിൻവശത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുമാർ 130 സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള വലിയ ഒരു മുറിയാണ്. ആളുകൾ തെറ്റു പറയാത്ത രീതിയിൽ അത് മികവുറ്റതാക്കിയിട്ടുമുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയുടെ ഇടതുവശത്തായിട്ട് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ വിസ്തൃതി മുഴുവൻ പിന്നിലേക്കായതിനാൽ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടായിട്ടാണ് തോന്നുക. എന്നാൽ നല്ല സ്പേസ് യൂട്ടിലിറ്റിയോട് കൂടി ഗംഭീരമായി ഡിസൈൻ ചെയ്ത ഒരു വലിയ വീടാണിത്. ഒരു ചെറിയ സ്പേസാണ് ഇവിടെ. ഇതിൻ്റെ 2 വശങ്ങളിലായി 2 ബെഡ്റൂമുകൾ, നടുക്ക് ഒരു കോമൺ ടോയ്ലറ്റ്. കുട്ടികളുടെ മുറിയാണ്. കുട്ടികൾക്ക് ഇണങ്ങുന്ന നിറവുമാണ്. ഒരു ബെഡും സ്റ്റഡി ടേബിളും ഒക്കെയാണ് പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ. ഈ വീട് പൂർണ്ണമായും ഒരു കോൺട്രാക്ട് വർക്കല്ല. ചുവരിൻ്റെ നിർമ്മാണമെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ച തുകയ്ക്ക് ചെയ്യിപ്പിച്ചതാണ്. മിക്കവാറും ബാക്കി എല്ലാ പണികളും മെറ്റീരിയൽസ് എടുത്തു നൽകി ഗൃഹനാഥൻ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. മധു കോവിൽമഠം എന്നൊരു സുഹൃത്തുണ്ട് മോബിന്. അദ്ദേഹമാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിലെ മിക്കവാറും എല്ലാ സൂപ്പർവിഷനും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചതും. ഇനി ഇവിടെ നിന്നിറങ്ങി 3ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. 2 മുറികളിൽ നിന്നും അതുപോലെ ഹാളിൽ നിന്നും ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിന് ഒരു കോമൺ ടോയ്ലറ്റും ഇതിൻ്റെ നടുക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. നേരത്തെ കണ്ട അതേ മുറിയുടെ വലിപ്പമാണ്. ഒരു വലിയ തടി അലമാരിയും ഒരു ബെഡുമാണ് പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ. ഇനി നമുക്ക് കാണാനുള്ളത് സുന്ദരമായ ഈ വീട്ടിലെ ഓപ്പൺ കിച്ചണും വർക്കിംഗ് കിച്ചണും ഒക്കെയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക്. ഡൈനിങ് ഏരിയയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു കൗണ്ടർ നൽകിയാണ് ഓപ്പൺ കിച്ചനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത മറൈൻ പ്ലൈവുഡ് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സർവ്വമാന കബോർഡുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാമാന്യം വിശാലമായ ഒരു അടുക്കളയാണ്. അതിനെ ക്ലാസിക് നിറങ്ങളിലെ സമന്വയം കൊണ്ടും ഓറഞ്ച് നിറത്തിലുള്ള വൈദ്യുതി വിളക്കുകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുമുണ്ട്. നനവ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ചുവരാകമാനം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. നല്ല വിൻറ്റേജ് ലുക്കിലുള്ള വാൾ ടൈലുകളും കാണാം. അടുക്കളയുടെ താഴെയും മുകൾ വശത്തുമായി ധാരാളം സ്റ്റോറേജും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിച്ചൺ ക്യാബിനറ്റിന് L എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയാണ്. അതിന് മുകളിൽ കറുത്ത ഗ്രാനൈറ്റും ഒട്ടിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയതിനാൽ നല്ല വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 3 പാളി ജനലും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. അലങ്കാരത്തിനായി ഇവിടെ താഴെ ഈ ഭാഗത്തൊരു ലൈറ്റിങ്ങും ഇങ്ങനെ നൽകിയിട്ടുണ്ട്. 1005 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചിലവായ തുക 18 ലക്ഷം രൂപയാണ്. അഡീഷണലായി കുറച്ച് ഫർണിച്ചറുകളും ഇൻറ്റീരിയർ വർക്കുകളും വന്നിട്ടുമുണ്ട്. ഇനി ഈ വീട്ടിലെ വർക്കിംഗ് കിച്ചൻ്റെ കാഴ്ചകൾ. മെയിൻ കിച്ചൻ്റെ തുടർച്ച എന്നോണമാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ. ചുറ്റോട് ചുറ്റിനും ഗ്രിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോബിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീടിനെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചും ഡിസൈനിനെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഈശ്വര ആശംസകളും.